MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ആരും മെസ്സേജ് അയച്ചാലും ബ്ലൂ ടിക്ക് വരാതെയും അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് സൈൻ അവർക്ക് കാണിക്കാതെയും എങ്ങനെയാണ് ആ മെസ്സേജ് വായിക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമായതാണ്. നിങ്ങൾക്ക് ഇത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. വാട്സ് ഡൗൺലോഡർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ നെയിം. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷനുകൾ അലോ ചെയ്യാൻ വേണ്ടി പറയും. അതൊക്കെ തന്നെ നിങ്ങൾ അലോ ചെയ്ത് നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പല രീതിയിലുള്ള ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും. അതായത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഫോട്ടോസ്, സ്റ്റാറ്റസ്, അതേപോലെ തന്നെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ചാറ്റ് എന്നൊരു ഓപ്ഷൻ, അതേപോലെ തന്നെ വോയിസ്, അതേപോലെ തന്നെ ഓഡിയോ. നിങ്ങൾക്ക് വന്നിരിക്കുന്ന വോയിസ് മെസ്സേജും അതേപോലെ തന്നെ ചാറ്റും ഒക്കെ തന്നെയാണ് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ വാട്സപ്പ് എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ വാട്സപ്പ് ബിസിനസ്സിൽ നിന്നും ഒരു മെസ്സേജ് എൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ എച്ച് എന്നാണ് ഞാൻ സെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം എൻ്റെ വാട്സപ്പിൽ അത് റിസീവ് ആയിട്ടുണ്ട്. എൻ്റെ ലാസ്റ്റ് 12:42 ഇനി എനിക്ക് ഈ മെസ്സേജ് വായിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ തന്നെ നിങ്ങൾക്കിവിടെ കാണാം എനിക്ക് ഈ മെസ്സേജ് വന്നതായി. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് ആരെങ്കിലും സെൻഡ് ചെയ്ത് അവർ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും ആ മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ നിന്നും കാണുവാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഞാൻ 2 മെസ്സേജ് ഇവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ 2 മെസ്സേജ് ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ മെസ്സേജ് ഇവിടെ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ വാട്സപ്പിൽ നിന്നും ഈ മെസ്സേജ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ അയച്ച 2 മെസ്സേജും എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. അയച്ച 2 മെസ്സേജും എവിടെയുണ്ട്. അതേപോലെ തന്നെ ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന ആ ഒരു മെസ്സേജും നിങ്ങൾക്ക് ഇവിടെ സേവ് ആയതായി. ഈ ഓപ്ഷനുകളൊക്കെ തന്നെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പിൽ ഒരു സെറ്റിങ്സ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസ് എന്നൊരു ഓപ്ഷൻ കാണുവാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വെൻ യൂസ് മൊബൈൽ ഡാറ്റ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എല്ലാവിധ ഓപ്ഷനിലും ടിക്ക് മാർക്ക് എൻ്റർ ചെയ്തതിനു ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഏത് ഫോട്ടോയോ വീഡിയോസോ ഓഡിയോസോ എന്തും വരികയാണെങ്കിലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഇതൊക്കെ ഇതിൽ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷനിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി സേവ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആര് എന്ത് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്കത് കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് മെസ്സേജിന് റീപ്ലൈ നൽകണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീപ്ലൈ ഓൺ വാട്സപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് പോയി നിങ്ങൾക്ക് അവിടെ നിന്നും റീപ്ലൈ നൽകുവാനും സാധിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.